ഹലോ. അപ്പോൾ ഇന്ന് സെക്കൻഡ് ഡേ ആണ്. ഇന്നലെ രാത്രി വന്ന് കിടന്നൊന്നും ഞങ്ങൾക്ക് ഓർമ്മ പോലുമില്ല, അത്ര ക്ഷീണിച്ചായിരുന്നു. ട്രാവൽ ചെയ്തു, പിന്നെ ഫുഡൊക്കെ കഴിച്ച് ലേറ്റായി, ഉറക്കമൊന്നും ശരിയായില്ല. പിന്നെ വെളുപ്പിന് 6 മണിയായപ്പോൾ തൊട്ട് 7:30 ഇറങ്ങണം എന്ന് പറഞ്ഞതാണ്. പക്ഷേ 6 മണിയായപ്പോൾ അലാറം എൻ്റെ അടുത്തിരുന്ന് അടിച്ചത് ഞാൻ കൊണ്ട് ഇച്ചയ്ക്ക് കൊടുത്തു. ഇച്ച അലാറം എന്ത് ചെയ്തോ എനിക്കറിയത്തില്ല. 7 മണിയായപ്പോൾ ഇച്ച എഴുന്നേറ്റ് വന്നു. അത് കഴിഞ്ഞ് ഞങ്ങളെല്ലാവരും വെയിറ്റ് ചെയ്യുക. നമ്മുടെ ഫ്രണ്ട്സ് എല്ലാം റെഡി ആയിട്ടിരിക്കുക. ഇനി എല്ലാവരും ഫുഡൊക്കെ കഴിച്ചു. ഇനി ഒരാളൂടെ വരാനുള്ളൂ. അപ്പം നമ്മളെല്ലാം റെഡിയായി. ഇതാ ഇവിടെ ദയിച്ചുണ്ട്. വർക്കിച്ച അപ്പം എല്ലാം സെറ്റ് ആയിട്ടിരിക്കുക. നമ്മൾ എവിടെയാ പോകുന്നിച്ചാ? നമ്മളിപ്പം പോകുന്നത് ലാൻഡ്സ്മാർക്കിലേക്കാണ്. ലാൻഡ്സ്മാർക്ക്, സെന്റ് മൈക്കിൾസ് മൗണ്ട്, ഈ 2 പോയിന്റ് ഇതെല്ലാം കൂടി ഇന്ന് കവർ ചെയ്യാൻ വേണ്ടിയിരിക്കുന്നത്. ഇതെല്ലാം കവർ ചെയ്തിട്ട് ഇന്ന് വൈകിട്ട് ഇവിടെ തിരിച്ചു വന്നിട്ട് 10 മണിക്കൊരു ഡിസ്കോ അല്ലേ, ലേറ്റ് നൈറ്റ് ഡിസ്കോ ഉണ്ട്. അപ്പം അതിന് പോകാനായിട്ട് റെഡി ആയിട്ടിരിക്കുന്നത്. അപ്പം ബാക്കി നമുക്ക് കാണാം. ഇപ്പം ഞാൻ ഇവിടെ വന്ന് നോക്കിയപ്പോൾ ഒരാൾ ഇവിടെ എന്നെ നോക്കി ഇരിപ്പുണ്ട്. ഇതാരാണ്? അവിടുത്തെ അംഗഗുരുവാണോടി? അപ്പം നമ്മൾ ലാൻഡ് സെൻഡിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. ലാൻഡ് സെൻഡ് എന്ന് പറയുന്ന ഒരു എൻഡ് പോയിന്റ് ആണ്. അതായത് ഇംഗ്ലണ്ട് ഭാഗത്തിൻ്റെ, അതായത് ഇങ്ങനെ ആ മാപ്പിനകത്ത് കാണാം ഇങ്ങനെ ഒരു പോയിന്റ് ആയിട്ട്, അതായത് ഇങ്ങനെ ഒരു എന്താ പറയുന്ന ഒരു എൻഡ് ഭാഗമായിട്ടും. അപ്പം അത് ഭയങ്കര ഒരു ബ്യൂട്ടിഫുൾ സീനറിയാണെന്നാണ് പറയുന്നത്. പിന്നെ അവിടെ ഒരു ക്ലിഫും ഉണ്ട്. വൺ ഓഫ് ദ മോസ്റ്റ് വിസിറ്റഡ് ടൂറിസ്റ്റ് പ്ലേസ് ആണ് കോൺവോളിൽ. അപ്പം നമുക്ക് അങ്ങോട്ടേക്ക് പോവാം. പിന്നെ അവിടെ ചെന്നിട്ട് നമുക്ക് അവിടുത്തെ കാഴ്ചകളൊക്കെ കാണാമെന്നാണ്. ഞാൻ ഇതൊരു ഫോട്ടോ പോലും ജസ്റ്റ് ഒരു ഫോട്ടോ കണ്ടതേ ഉള്ളൂ. പറഞ്ഞ് ലൊക്കേഷൻ നോക്കിയിട്ട് കണ്ടിട്ട് അടിപൊളിയായിട്ടാണ് തോന്നുന്നത്. മാപ്പിനകത്ത് കാണാം ഇങ്ങനെ ലാൻഡ് സെൻഡ് എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ എൻഡിലായിട്ട് കാണിച്ചു വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ബാക്കി വിശേഷങ്ങൾ അവിടെ ചെന്നിട്ട് കാണാം. അടിപൊളി കാണുന്ന ആ മല പോലെ കാണുന്നതാണ്. അതിന്റെ മുകളിൽ ആ ക്യാസിൽ ഇരിക്കുന്നത്. അതെ, ദൈവമേ, അങ്ങ് മേള് വരെ നമ്മൾ കേറണല്ലോ. അതെ, നല്ല വെയിലാണ്. ഞങ്ങൾ സെന്റ് മൈക്കിൾസ് മൗണ്ടിലേക്ക് പോവാം. ഇത് സെന്റ് മൈക്കിൾസ് മൗണ്ടിന്റെ ഒരു മാപ്പാണ്. നമുക്ക് either നടന്നു പോവാം അല്ലെങ്കിൽ ബോട്ടിനകത്താണേലും പോവാം. നമ്മളെങ്ങനെയാ പോകുന്നതെന്ന് നോക്കട്ടെ. നിലമയോ ഈ വീഡിയോ ഞാൻ നോക്കിയാണ് നടക്കുന്ന വീഡിയോ. ഞാൻ ഇപ്പോഴും നോക്കി അതിന് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? സെയിം സാധനം, ഇതുപോലെ സാധനം. ഗ്ലോബൽ വാർമിങ്ങോ അത് എന്തോ ഒരു ഹിസ്റ്റോറിക്കൽ ഒരു കാര്യം പറഞ്ഞു. നമുക്കത് ഇടാൻ പറ്റിയില്ല. അത് പകുതിക്ക് മുറിച്ച് വേറെ ആരോ കയറി വന്ന് പിന്നെ അത് നിർത്തിയാണ്. ശരി, ചേച്ചിക്ക് സെന്റ് മൈക്കിൾസിനെ പറ്റി അഭിപ്രായം? എന്തോ ഓക്കെ. ഇതിനകത്തൊരു മെയിൻ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഒരാൾക്ക് ടിക്കറ്റിന് എത്രയാ? 20 30 എങ്ങാണ്ടായിരുന്നു. പെർ ഹെഡ് 30 pounds ആണ്. പക്ഷെ നമ്മൾ നാഷണൽ ട്രസ്റ്റിൻ്റെ മെമ്പർഷിപ്പ് എടുക്കുകയാണ്. അതായത് അത് മന്ത്ലി 13.25 ഉള്ളൂ ഒരു ഫാമിലിക്ക്. അതായത് 2 അഡൾട്ടും എത്ര വേണമെങ്കിലും പിള്ളേരും. അപ്പം അതെടുക്കുവാണെങ്കിൽ നമുക്ക് ഇവിടെ ഭയങ്കര ലാഭമാണ്. കാരണം ഒരാളുടെ ടിക്കറ്റിന്റെ പകുതി പൈസ പോലും ആവുന്നില്ല. അപ്പം അതെ, 120 ആയനെ. അതെ, ഒരു സ്ഥലത്ത് 120 ആയനെ. പക്ഷെ ഞങ്ങള് ബുദ്ധിപൂർവ്വം ഈ ഐഡിയ വന്നിട്ട് നമുക്ക് തന്നത് ഫെബിനാണ്. അതെ, അതിന്റെ പാർട്ട്ണർഷിപ്പ് എടുത്തിട്ടുണ്ടെന്ന് തോന്നുന്നു. കാരണം ഒരാഴ്ച മുന്നേ ഞങ്ങളുടെ ഇത് എടുക്കണമെന്ന് പറയുന്നുണ്ട്. കിട്ടിയോ? ഓ, ഫൈനലി. പറ, അമ്മൂന്റെ അഭിപ്രായം എന്താണ്? അടിപൊളിയാന്ന് പറഞ്ഞു. ഏറ്റവും
കൂടുതൽ ചരിത്രം കാണാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ് ഈ നിൽക്കുന്നത്. ക്യാസിലുകളെല്ലാം ഇവിടുത്തെ കണ്ടു തീർക്കണം. ഇത് അയർലൻഡ് പല സ്ഥലത്തും പ്ലാൻ ചെയ്തിട്ടുണ്ട്. കാരണം ഞാൻ ഈ സ്ഥലത്തൊക്കെ ഈ കാണുന്ന ഈ ബീച്ച് ഈ മണലുള്ള സ്ഥലങ്ങളെല്ലാം വെള്ളം കയറുന്നതാണ്. ഈ സെന്റർ പോർഷൻ കൂടെ ഈ പറയുന്ന ഒരു Thank you. Hello. Do you have a ticket? Yes, yes. Wonderful. If I can ask you to go between these posts here and Yeah. and then my colleagues will be able to scan your Okay, ticket, yeah. okay? That's it. This side. അപ്പോൾ ഇതുവഴി ഇതിൻ്റെ എൻട്രൻസ്. I think got family already. Yeah. I took your little boy in already. Right, you headed It's okay, right? Yeah, and our little girl is coming with our friends, okay? Okay, and she's got tickets as well. Yes. No, it's just Infant. Okay, thank you. There is a toilet. Yeah, if you just have to she's going to give you all Sure. ഇപ്പം നമ്മൾ ക്യാസിലേക്ക് കയറാൻ പോവാം. സത്യം പറഞ്ഞാൽ ഇവിടെ ഒരു ഐസ്ക്രീം പാർലറുണ്ട്, പക്ഷെ ഫെവിനി ഷോണി അത് നോക്കിയിരിക്കുക. അപ്പം നമുക്ക് ബഗ്ഗി എടുക്കാൻ പറ്റത്തില്ല, ബേബി കാരിയർ എടുക്കാൻ മറന്നും പോയി. അതുകൊണ്ട് ഞാൻ നൈസായിട്ട് കൊച്ചിനെ എടുത്തോണ്ട് അങ്ങ് ഇതെന്ന് വെച്ചാൽ ക്യാസിൽ ട്രയൽ. ഇവർക്ക് സ്റ്റിക്കറും ഓൺ ദ വേ ഒരു ഇതും കൊടുത്തേക്കും. അപ്പം ഇവർ സ്റ്റിക്കർ ഒട്ടിച്ചൊട്ടിച്ച് കാണുന്ന സ്ഥലത്തിൻ്റെ സ്റ്റിക്കർ ഒട്ടിച്ച് ആ മാപ്പ് കംപ്ലീറ്റ് ആക്കണം. Thank you. Okay, great. Thanks. Just take care on the path on the way up because it is quite uneven and very steep as well. So be careful. Okay, when thank you. walking on. അപ്പോൾ നമ്മൾ ക്യാസിൽ ട്രെയിൻ. ഓ ഇതുണ്ട്, പിള്ളേര് ട്രിപ്പ് കൊണ്ടുവന്നേക്കുവാണ്. അടിപൊളിയേ. എന്താ ഞാൻ തരാം, അത് എൻ്റെ കൈ തന്നേക്കുന്നത് കണ്ടിട്ട് നടന്നോ. ആ ഓക്കെ. നില ചിച്ചു കാണിക്കുന്നേ അങ്ങനെ സെന്റ് മൈക്കിൾസ് മൗണ്ട് കാണുക. അതെ, നല്ല ബിഗ് ആകുമ്പോൾ സെന്റ് മൈക്കിൾസ് മൗണ്ട് ചെല്ലുക. ഞാൻ 4 months ഉള്ളപ്പോഴത്തേക്ക് സെന്റ് മൈക്കിൾസ് മൗണ്ട് കയറിയിട്ടുണ്ട്. സ്റ്റിക്കർ ഒട്ടിക്കുന്നതിന്റെ ധൃതിയിൽ നിൽക്കുകയാണ്. ആ ഹാർട്ട് കണ്ടുപിടിച്ചായിരുന്നു, അതവിടെയായിരുന്നു. എന്ത് അമ്മൂന്റെ ഒട്ടിച്ചോ? അമ്മൂന്റെ ഒട്ടിച്ചോണ്ടിരിക്കുക. ആ ഹാർട്ട് വെക്ക്. ഇവിടെ കാസല് നമ്മളത് കണ്ടില്ല. ഇതായിരിക്കും ഇനി കാസല്. ഹലോ ഹലോ. അത് മതിയടാ. ഓക്കെ അമ്മു ബാക്കി തുടരാം. അമ്മു
അതെ മോനെ, അതാ കാസിൽ. അവര് എല്ലാം കണ്ടുപിടിച്ചു. എന്താ ഇവരെല്ലാം സ്റ്റിക്കർ ഒട്ടിക്കുന്നതിന്റെ തിരക്കിൽ ഇവിടെ നിൽക്കുക. നിൽക്കുന്നു നമ്മുടെ നിലമയം. നിലമയോ, നിലമയോ. ലഞ്ച് ബോക്സ് തുറന്നുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് നമ്മുടെ കാസൽ. നമ്മൾ നേരത്തെ പോലെ തന്നെ ഹെലികോപ്റ്റർ ഫുൾ സർവൈലൻസിനുമായിട്ട് നടക്കുകയാണ്. So your visit will take you one way, all the way through. There's a printed guide if you don't already have one. You're welcome to take photos, but we have slow flash. And a big favour we ask everyone, please don't touch anything on the way round. It's really tempting. Yeah, okay. I hope you enjoy your visit. Yeah, sure. Have a good day. Thank you. Nada. ഓ ഇത് എന്നാ മിനിയേച്ചർ കളക്ഷൻ. ഇത് ആ ഓ ഇതാണ് സീല്. അടിപൊളി. സീൽ ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ ഇരിക്കും. അങ്ങനെ തന്നെ ഇട്ടേക്കാം. ഇതിന്റെ ടൈം വ്യത്യാസമുണ്ടല്ലേ? അല്ല ഇത് പോളി പോളിയാട്ടോ ചേട്ടാ. ഇതുണ്ട്. ഓ ഇവര് ഉപയോഗിച്ച തലകളും കാര്യങ്ങളും അല്ലേ? സത്യങ്ങളാണോ? ഇങ്ങനത്തെ സാധനത്തിൽ അവർ ഷുഗർ ഒക്കെ ഉണ്ടോ? അവരുടെ സ്പൂൺ കണ്ടോ? എൻ്റെ അമ്മോനെ. ഇതാണ് ടോപ്പ് സൈഡ്. കാസലിൻ്റെ മേളാണ്. ഏറ്റവും മേളിൽ വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ ബാൽക്കണി. നല്ല വ്യൂ ആണ് കേട്ടോ. ഇത് അടിപൊളി രക്ഷയില്ല. സൂപ്പർ. മക്കളെ സൂക്ഷിക്കണേ. അടിപൊളി. വെള്ളം കയറുന്ന പറഞ്ഞായിരുന്നു 1 മണി കഴിയുമ്പോൾ. 1 മണി കഴിഞ്ഞ് നമ്മൾ ഇന്ന് ഇങ്ങോട്ട് വന്ന ആ ഒരു ലൈന് വെള്ളം കയറുന്ന അവർ പറഞ്ഞിരുന്നു. അപ്പോൾ നമുക്ക് ബോട്ട് സർവീസ് ആണെന്ന് പറഞ്ഞിരുന്നു. ഇത് കണ്ടോ, നമ്മൾ നേരത്തെ വന്നിടത്ത് വെള്ളം കയറി തുടങ്ങി കേട്ടോ. അങ്ങോട്ട് ബോട്ട് സർവീസ് തുടങ്ങിയിട്ടുണ്ട്. ഇനി നടന്നു പോകുന്നത് റിസ്ക് ആണ്. ഇച്ചിരി കഴിയുമ്പോൾ എനിക്ക് തോന്നുന്നു അത് ഫുള്ള് വെള്ളമാവുമെന്ന് എനിക്ക് തോന്നുന്നു. അങ്ങോട്ടാണ്. സൂം ചെയ്ത് കാണിക്കാം പറ്റുന്നത്രത്തോളം. ഈ കാണുന്ന വഴി കൂടിയാണ് നമ്മൾ വന്നത്. ഇപ്പം
ഇവിടം വരെ വെള്ളം കയറി. ഇവിടുന്ന് വെള്ളമില്ലായിരുന്നു, ഇപ്പോൾ ഇവിടെ എല്ലാം വെള്ളം കയറി. ഇത് മൊത്തത്തിൽ വെള്ളം കയറും. സ്റ്റെപ്സ് എല്ലാം പോയി ഗായ്സ്. നമ്മുടെ എങ്ങനെ ബഗ്ഗായിട്ട് പോകും ഗായ്സ്. ഓ നീ ബഗ്ഗായിട്ട് ഉരുട്ടുണ്ടാ. ഈ ചേട്ടാ ഇങ്ങോട്ട് നേരെ ലാൻഡ്സെറ്റ് അല്ലേ പറ്റൂ? അമ്പ ചെയ്യുന്ന ആളാണ്. ഓഹ് അടിപൊളി ഒരു അമ്പായിരിക്കുന്നത്. ഗാലറി എക്സിറ്റ് ആണ്. ഇങ്ങനെ ഏകദേശം ഇത്രയൊക്കെ ഉള്ളൂ. ഇവിടെ കാസിൻ്റെ ഒരു എന്നാ പറയുന്നത് കുറച്ച് കാര്യങ്ങളൊക്കെ ഇവിടെ മ്യൂസിയം പോലെ ഇവർ സൂക്ഷിച്ചിട്ടുണ്ടെന്നല്ലാതെ ഇതാണ്. ബാക്കിയൊക്കെ അവർ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. ഫുള്ള് ഇവിടെ നമുക്ക് മൊത്തം ഹിസ്റ്ററിയാണ്. മൊത്തവും ഇവിടുത്തെ പഴയ കാര്യങ്ങളും സംഭവങ്ങളൊക്കെയാണ്. ഇത് കണ്ടോ, 1938 സിസ്റ്റമാണിത് കാണിക്കുന്നത്. അത് കഴിഞ്ഞ് നേരെ 1982 ആയപ്പോൾ തന്നെ മാറ്റങ്ങൾ കണ്ടു. പിന്നെ മാറി 1990. ഇത് കണ്ടോ, ഇതെനിക്കൊന്ന് അവരുടെ മക്കളാണ് എനിക്ക് തോന്നുന്നു. ഗ്രാൻഡ് ആണോ? ഓക്കെ, ശരി. ഇത് പറഞ്ഞ ആള് തന്നെ ഇതാണ്, ഷോണിയ എന്ന പേര്, എറണാകുളത്തെ വീട്. അണ്ടർസ്കാൻ കുറിപ്പിലിട്ടേക്കാം. ഫെമിന ഇനി ഇത്രയും മുകളെല്ലാം കറക്റ്റായിരിക്കുമല്ലോ കേട്ടോ. ബാക്കിലേക്ക് നോക്കി. ഗാർഡൻ, ഇത് ഗാർഡൻ അല്ലേ? ഇതാണ് ഗാർഡൻ. ഇതാ വേണം ഗാർഡൻ. കാണുന്ന വീട്ടിലാണ് എടുത്ത് വെച്ച് കണ്ടോ? നമുക്കിനി ബാഗ് എല്ലാരും ഹായ് പറഞ്ഞേ.
ഉപ്പുള്ള വായിക്കാതെ പോയേ, ഉപ്പുള്ള വായിക്കാതെ പോയി. ഏറ്റുപിടിക്കാൻ ആൾക്കാരുണ്ടല്ലോ. നമ്മളെ അങ്ങോട്ടാക്കാൻ പറഞ്ഞല്ലോ, കാറിന്റെ അടുത്ത്, കാറിന്റെ അടുത്താക്കാൻ. അവിടെ അല്ലേ കാറ്? ഫോട്ടൊക്കെ നോക്കി അതിന് വെള്ളം ഇറങ്ങി പോകും. എന്തോരം വെള്ളം കയറിയുന്നുണ്ടോ? നല്ല പൊക്കത്തി. നമ്മുടെ ഇതിന്റെ ഫ്രണ്ടിൽ കൂടെ നടന്നു വന്നേ. തിരിഞ്ഞു വരുമ്പോ അവൻ ആദ്യമേ കയറാൻ തുടങ്ങി. തിരിഞ്ഞു വരുമ്പോ കയറാൻ അതായിരുന്നു Which has steps on